നവംബർ അവസാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശങ്ക. നവംബർ അവസാനം തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ചട്ടങ്ങൾ മറികടന്ന് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ പുനർവിഭജനം പൂർത്തിയാക്കണം. ഈ നടപടിയെ കോടതിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നിയമക്കുരുക്കിലേക്ക് നീങ്ങുമെന്നതാണ് കമ്മീഷന്റെ നിഗമനം. വിഷയത്തിൽ നാളെ സർവകക്ഷി യോഗം ചേരും. പുതിയതായി രൂപീകരിച്ച 28 മുനിസിപ്പാലിറ്റിയിലും കണ്ണൂർ കോർപ്പറേഷനിലും ഉൾപ്പെടെ നിലവിലുള്ള മുഴുവൻ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഇപ്പോഴുള്ള ധാരണപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ നിയമപരമായോ സാങ്കേതികപരമായോ കമ്മീഷന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഘടനാമാറ്റം വന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് വാർഡുകളുടെ പുനഃസംഘടനയും പുനർവിഭജനവുമാണ് പ്രശ്നം. ഒക്ടോബർ 17 മുമ്പ് വാർഡ് വിഭജനം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. നിയമപരമായ വ്യവസ്ഥകൾ മറികടന്നു മാത്രമേ ഈ തീയതിക്കുള്ളിൽ വിഭജനം പൂർത്തിയാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. കാരണം ബ്ലോക്ക് പഞ്ചായത്തുകളെ പുനഃസംഘടിപ്പിച്ച ശേഷം മാത്രമേ ബ്ലോക്കുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും പുനർവിഭജനം നടത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാ വ്യവസ്ഥകളും പാലിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ദിവസങ്ങൾ അധികമെടുക്കും. അങ്ങനെ പോയാൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നീളും. എന്നാൽ മുൻ വർഷങ്ങളിലേതുപോലെ വ്യവസ്ഥകൾ മറികടന്ന് മുന്നോട്ട് പോയാൽ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താം. പക്ഷേ ഇതിനെ കോടതിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നിയമക്കുരുക്കിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. രഘുനാഥ് നാരായണൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.